പലപ്പോഴും ഈ ബിസിനസ് ഓണേഴ്സ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലോട്ട് അവരുടെ ബിസിനസ്സിനെ കൊണ്ടുവരണമെന്ന് ആലോചിക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ ചെയ്യുന്ന കാര്യമാണ് സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. രണ്ടാമത് ചെയ്യുന്നതാണ് കുറച്ച് ഫേക്ക് ഫോളോവേഴ്സിനെ പർച്ചേസ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഒരാൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ചധികം ഫോളോവേഴ്സൊക്കെ കടന്നോട്ടെ, ട്രസ്റ്റ് കിട്ടുമെന്നുള്ളത് പറയുന്നത്. പക്ഷേ ഇത് നമ്മുടെ അക്കൗണ്ടിന് നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യും. കാരണം അതിൻ്റെ പോസ്റ്റ് സെക്ഷനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 10 വ്യൂസും 2 ലൈക്സൊക്കെ കാണുള്ളൂ. ഈ 1 ലക്ഷം അടുത്ത് ഫോളോവേഴ്സ് ഉള്ളത്. അപ്പോൾ തന്നെ നമ്മുടെ പ്രൊഫൈലിനോടുള്ള അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡിനോടുള്ള ഒരു ട്രസ്റ്റ് വരുന്നവർക്ക് പോയി കിട്ടും. അപ്പോൾ അതുമാത്രമല്ല, അതിൻ്റെ ഒപ്പം തന്നെ ഈ അൽഗോരിതംസ് ആയിട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫോളോവേഴ്സിനെ പോലും എൻഗേജ് ചെയ്യാൻ പറ്റാത്ത കണ്ടന്റ് ആയിട്ട് അവർ കൺസിഡർ ചെയ്യുള്ളൂ. കാരണം 1 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടാക്കിയ 10 വ്യൂസേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിലോട്ട് ഈ വീഡിയോസോ ഈ പോസ്റ്റോ ഒന്നും തന്നെ ചെല്ലാതെ ഇരിക്കും. അപ്പോൾ ഇതിന് ചെയ്യാൻ പറ്റേണ്ടത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ബ്രാൻഡിങ്ങിൻ്റെ ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഈ ബ്രാൻഡിംഗ് എന്ന് പറയുന്നത് 1 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ 1 വർഷം കൊണ്ടോ നടക്കുന്ന ഒരു കാര്യമില്ല. ലോങ് ടൈം പ്രോസസ്സാണ്. ഒരു ലോങ് ടൈം സ്ട്രാറ്റജിയിൽ ചെയ്യേണ്ട ഒരു മെത്തേഡും കൂടിയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നല്ല രീതിയിൽ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. അതായത് എക്സിസ്റ്റിംഗ് ഫോളോവേഴ്സിന് അവർക്ക് എൻഗേജ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കണ്ടന്റ്സ് കൊടുത്ത് അവർ എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ 10 ഫോളോവേഴ്സിൽ നിന്നും 1 ലക്ഷം ഫോളോവേഴ്സിലോട്ട് ജെനുവിൻ ഫോളോവേഴ്സിലോട്ട് നമുക്ക് വേഗം എത്തിക്കാൻ സാധിക്കും.